ഹായ്. അപ്പോൾ നമ്മൾ MSW032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസിൻ്റെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ കോർട്ട്. അപ്പം അതായിരുന്നു ചോദ്യം. അപ്പം ഒരു കോർട്ടിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തുന്നതിനെയാണ് പ്രൊഡക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ ദ കോർട്ട് എന്ന് പറയുന്നത്. കോർട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ ആരെയൊക്കെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്? ഒന്നെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ വിറ്റ്നസസിനെ ആയിരിക്കും. ഇവരെയൊക്കെ വിക്റ്റിം ഓൾറെഡി ആ കോർട്ടിൽ പ്രസന്റ് ആയിരിക്കും, കാരണം അയാളുടെ ആവശ്യമാണല്ലോ ഇതൊക്കെ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പം അയാളെ കമ്പൽ ചെയ്യാറില്ല. അല്ലാതെ നമ്മൾ കമ്പൽ ചെയ്യേണ്ടി വരുന്നത് സാക്ഷികളെയാണ്. സാക്ഷികൾ ചിലപ്പോൾ കൂറുമാറും, അവർ ചിലപ്പോൾ വരാതാവും. അപ്പം അങ്ങനെയുള്ള കേസസിൽ സാക്ഷികളെ കൊണ്ടുവരാൻ വേണ്ടി കോടതിക്ക് ഇടപെടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ. ആർക്കെതിരെയാണോ നമ്മൾ കേസിന് പോകുന്നത് ആ വ്യക്തിയും കോർട്ടിൽ സമയത്ത് വിളിക്കുമ്പോഴൊന്നും വരണമെന്നില്ല. അവർ വരാതൊക്കെ ഈ കേസ് എന്ത് ചെയ്യും, നീണ്ടു പോവും. അപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് ഇയാളെ കോർട്ടിൽ ഹാജരാക്കിക്കും. അങ്ങനെ നിർബന്ധമായിട്ടും ഹാജരാക്കിക്കുന്ന പ്രോസസ്സിനെയാണ് ഈ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ ദ കോർട്ട് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? To compel the attendance of the persons, including the accused and the witnesses, by issuing of. അപ്പോൾ ഇനി കോടതി എങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടാണ്. ഒന്നെങ്കിൽ അത് സമൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് കൊടുത്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കാം. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാക്ഷി ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി നാട് വിട്ടുപോയി. അങ്ങനെയുള്ള കേസ് അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല. ആ കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? അവരെ അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള കേസസിൽ അവരെ അറസ്റ്റ് വാറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയും അവരെ കണ്ടു കിട്ടിയില്ല, 30 ദിവസമായിട്ടും അവർ വന്നിട്ടില്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അത് സീസ് ചെയ്തുകൊണ്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെയാക്കും. അതെന്തിനാണ്? അവരെ ഒന്നും കൂടെ കമ്പൽ ചെയ്യാനാണ്. കോടതി വിളിക്കുന്നിടത്തേക്ക് വിളിക്കുന്ന സമയത്ത് വരാൻ വേണ്ടി, അവരെ കമ്പൽ ചെയ്യാൻ വേണ്ടി അവരുടെ വസ്തുവകകളൊക്കെ സീസ് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പം അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ആ ഓരോ കാര്യങ്ങളും കൂടുതൽ എലാബറേറ്റ് ചെയ്ത് നമുക്ക് പറയാനുണ്ട്. ഒന്നുകൂടെ പറയാം. The process of production of person in the court is to compel the attendance of the persons, including the accused and witnesses, by issuing of summons, arrest warrant, or in case of absconding, by proclamation of offense and attachment of properties. ഇനി അതിലെ ഓരോന്നും നമ്മൾ പറയണം. സമൺസ് എന്താണ്? ഇപ്പൊ സമൺസ് എന്ന് പറയുന്നത് കോടതിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു വ്യക്തി തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി പറയുന്നു. ഇപ്പോൾ ഒരു വിറ്റ്നസ് ആണെങ്കിൽ അയാൾ പറയുന്നതാണ് തെളിവ്. അപ്പോൾ ആ തെളിവ് അയാൾ ഹാജരാക്കണമെങ്കിൽ അയാൾ നേരിട്ട് വരണം, അല്ലെങ്കിൽ അയാളുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു തെളിവ് കോടതിയിൽ ഹാജരാക്കണം. അത് നേരിട്ട് വന്ന് ഹാജരാക്കണമെന്ന് കോടതി പറയുന്നതാണ് സമൺസ്. അതെപ്പോഴും ഒരു പേപ്പറിലാണ് കൊടുക്കുക. അതിന് ഒരു ഒറിജിനൽ കോപ്പി ഉണ്ട്. ആ സമൺസ് അതിനകത്ത് ആരാണ് ഈ വ്യക്തിയെ പിടിച്ചുകൊണ്ട് വരേണ്ടത് അല്ലെങ്കിൽ അറിയിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോടതിയിലെ ഉദ്യോഗസ്ഥൻ്റെ പേരും ഒപ്പും, അതുപോലെ കോടതിയുടെ സീലും ടൈമില്ല ഡേറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെയാണ് ഒരു സമൺസ് എന്ന് പറയുന്നത്. ഇനി ഈ സമൺസ് വെറുതെ അല്ല, അതൊരു പോലീസ് ഓഫീസർ നേരിട്ടാണ് വ്യക്തിക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു വീട്ടിലാണ് ആ വ്യക്തി ഉള്ളതെങ്കിൽ ആ വീട്ടിൽ കൊണ്ടുചെന്ന് നേരിട്ട് ആ വ്യക്തിയുടെ കൊടുക്കണം. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ വ്യക്തി അവിടെ ഇല്ല എങ്കിൽ 18 വയസ്സിൽ മുതിർന്ന വ്യക്തിയുടെ റിലേറ്റീവായിട്ടുള്ള ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, അച്ഛനോ അമ്മയോ ആരാണോ അവിടെ ഉള്ളത്, അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒപ്പിട്ട് വാങ്ങണം. അയാൾ കൈപ്പറ്റിയതായിട്ട് ഒപ്പിട്ട് വാങ്ങണം. ഇനി ഈ സമ്മൺസ് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ആ വീട്ടിലെ ആയിരിക്കത്തില്ല, അതൊരു എംപ്ലോയി ആയിരിക്കും, എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരാണോ അയാളെ ജോലിയിൽ അവിടെ എടുത്തത്, എംപ്ലോയർ വഴിയായിരിക്കും സമ്മൺസ് അവിടെ എത്തിക്കുന്നത്. അത് പോലീസ് കൊണ്ടു ചെന്നിട്ട് എംപ്ലോയറിൻ്റെ കൈ കൊടുക്കും. അത് എംപ്ലോയർ വഴി എംപ്ലോയിയുടെ അടുത്തേക്ക് എത്തും. അതൊരു പബ്ലിക് സർവൻ്റ് ആണെങ്കിലൊക്കെ, കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സമൺസ് എന്താണ്? എ റൈറ്റിംഗ് സൈൻഡ് ബൈ പ്രിസൈഡിംഗ് ഓഫീസർ വിത്ത് സീൽ ഓഫ് കോർട്ട് ടു പ്രൊഡ്യൂസ് എ ഡോക്യുമെന്റ് ഓർ തിങ് എന്നായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ. സെർവ്ഡ് ബൈ പോലീസ്, കൊടുക്കുന്നത് ആരാണ്? പോലീസ് ഓഫീസറാണ്. ടു ദ പേഴ്സൺ, കോപ്പിയാണ് കൊടുക്കുന്നത്. ആ കോപ്പിയിൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. കോപ്പി ഓഫ് ഒറിജിനൽ വിത്ത് സിഗ്നേച്ചർ. ഓർ അത് ആൾക്ക് കൊടുക്കും, ആ പേഴ്സണ് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഓർ അഡൾട്ട് ഫാമിലി മെമ്പർ.
ഇനി അവിടെ മെമ്പറും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ വീടിന് പുറത്ത് വെക്കും. അടച്ചിട്ട വീടാണെങ്കിൽ ആ വീടിന് പുറത്ത് ഡോറിലായിട്ട് വെക്കും. ഔട്ട്ഡോർ ഓഫ് ഹൗസ് ഇൻ കേസ് ഓഫ് കോമണർ, ഒരു സാധാ വ്യക്തിയാണെങ്കിൽ. ഇനി അല്ല, ഒരു ഗവൺമെന്റ് സർവന്റ് ആണെങ്കിലോ ത്രൂ ദ എംപ്ലോയർ ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് സർവർ. പിന്നെ ടു ദ സെക്രട്ടറി ഓർ ലോക്കൽ മാനേജർ ഓർ പ്രിൻസിപ്പൽ ഓഫീസർ ഇൻ കേസ് ഓഫ് കോർപ്പറേറ്റ് ബോഡി. ഒരു കോർപ്പറേറ്റ് ബോഡിയുടെ കാര്യമാണെങ്കിൽ സെക്രട്ടറിക്ക് കൊടുക്കും, ലോക്കൽ മാനേജറിന് കൊടുക്കും, പ്രിൻസിപ്പൽ ഓഫീസറിന് കൊടുക്കും. ഇവരാരെങ്കിലും വഴിയായിരിക്കും എത്തിക്കുന്നത്. ഇതാണ് സമൺസ്. അപ്പോൾ സമൺസ് എപ്പോഴും ഒരു പോലീസ് ഓഫീസറാണ് കൊടുക്കേണ്ടത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിസൈഡിങ് ഓഫീസർ. അതെപ്പോഴും ആരായിരിക്കും, കോടതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അവരെന്ത് ചെയ്യും, കോടതിയുടെ സീലൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒറിജിനൽ അല്ല സമൺസിൽ കൊടുക്കുന്നത്, കോപ്പിയാണ്. ഇത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അടുത്തതാണ് വാറണ്ട്. വാറണ്ട് ഓഫ് അറസ്റ്റ്. അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇവിടെ എന്താണ്, ആ വ്യക്തിയെ പിടിച്ചുകൊണ്ട് വരാൻ ഹാജരാക്കുക. അതായത് സമൺസ് നമ്മൾ പറഞ്ഞു, അപ്പൊ എന്നിട്ട് ആ വ്യക്തി ആ തെളിവ് ഹാജരാക്കിയില്ല, അയാൾക്കൊരു അവസരങ്ങൾ കൊടുത്തു എങ്കിൽ പിന്നീട് എടുക്കുന്ന ആക്ഷനാണ് വാറണ്ട്. അതിലെന്താണ്, ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വരാനായിട്ട് പോലീസിന് നിർദ്ദേശം കൊടുക്കും. എവിടെ ആണെങ്കിലും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആ വ്യക്തി നേരിട്ട് ഹാജരാക്കിയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഹാജരായില്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നതാണ് വാറണ്ട്. അപ്പൊ വാറണ്ട് ഓഫ് അറസ്റ്റ്, റിട്ടൺ ഓർഡർ ഇഷ്യൂഡ് ബൈ ജഡ്ജ് ഓർ ജുഡീഷ്യൽ ഓഫീസർ ഡയറക്റ്റിംഗ് പോലീസിനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. ഒരു ജുഡീഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ ജഡ്ജാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു റിട്ടൺ ഓർഡർ ആണ് വാറണ്ട്. അത് ആർക്കാണ് നിർദ്ദേശം കൊടുക്കുന്നത്? ടു ദ പോലീസ് ഓഫീസർ ടു അറസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ അപ്പോൺ കോസ് വിത്ത് സിഗ്നേച്ചർ ഓഫ് പ്രിസീഡിംഗ് ഓഫീസർ, നെയിം ഓഫ് പേഴ്സൺ ടു എക്സിക്യൂട്ട് ആൻഡ് ടു ബി അറസ്റ്റഡ് ആൻഡ് സീൽ ഓഫ് ദ കോർട്ട്. ആരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് അയാളുടെ പേരും അഡ്രസ്സും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ആരാണോ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ പോലീസ് ഓഫീസറിന്റെ ഡീറ്റെയിൽ, പിന്നെ ജഡ്ജിന്റെ ഒപ്പ്, അതുപോലെ തന്നെ കോടതിയുടെ സീൽ, ഇത്രയും കാര്യങ്ങളായിരിക്കും വാറണ്ടിലുള്ളത്. വാറണ്ട് ഷുഡ് ബി എക്സിക്യൂട്ടഡ് എനിവെയർ ഇൻ ഇന്ത്യ അണ്ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ് ഓർ എക്സിക്യൂട്ടഡ്. ഒന്നുകിൽ നടപ്പാക്കുന്നവരെ അല്ലെങ്കിൽ ക്യാൻസൽ ആക്കുന്നവരെ ഇന്ത്യയിൽ എവിടെയും വാറണ്ടിന് വാല്യൂ ഉണ്ട് കേട്ടോ. A person can be arrested without a warrant in non-cognizable offense. Non-cognizable offense എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒഫൻസിന് വാറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, അല്ലേ? നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെന്റ് 2 വർഷത്തിൽ കൂടുതലൊക്കെ കിട്ടാൻ സാധ്യതയുള്ള, ഡെത്ത് സെന്റൻസ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കേസാണ്. അതൊരു വാറണ്ട് ഒന്നും ഇഷ്യൂ ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ട്. ഓക്കെ, a person can be arrested without a warrant in non-cognizable offense. അടുത്ത എന്താണ്, ഒരാൾ അബ്സ്കോണ്ടിങ് ആണെന്ന് വിചാരിച്ചാൽ അയാൾ ഒളിച്ചോടിപ്പോയി എങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് അയാൾ ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ആഫ്റ്റർ 30 days ഓഫ് പ്രൊക്ലമേഷൻ ഇഫ് പേഴ്സൺ ഈസ് അബ്സ്കോണ്ടിങ് ഓർ കൺസീലിംഗ് ഹിംസെൽഫ്, അയാൾ തന്നെ ഒളിച്ചോടി അല്ലെങ്കിൽ അയാളെ കാണുന്നില്ല, അങ്ങനെയുള്ള കേസിൽ 30 ദിവസം കഴിഞ്ഞെങ്കിൽ കോർട്ട് മേ ഇഷ്യൂ ആൻ ഓർഡർ ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ്. കോർട്ട് എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ നിർദ്ദേശിക്കും. അതെന്തിനാണ്, അയാൾ സ്വന്തമായിട്ടാണ് പോയെങ്കിൽ അയാൾ വസ്തുവകളൊക്കെ സീസ് ചെയ്ത് വേറെ നിൽക്കക്കല്ലില്ലാതെ അയാൾ തിരിച്ച് വന്ന് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി അയാളെ നിർബന്ധിക്കുന്നതിനാണ് അങ്ങനെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യുന്നത്. പ്രൊക്ലമേഷൻ ഈസ് നോട്ടീസ് പീരീഡ് ഓഫ് 30 ടു പ്രസന്റ് ഇൻ ടൈം ആൻഡ് പ്ലേസ് ടു കോർട്ട് ടു കമ്പൽ ദ അപ്പിയറൻസ് ഓഫ് പേഴ്സൺ. 30 ദിവസത്തെ പീരീഡ് കൊടുത്തിട്ട് ഒരു പ്രത്യേക ഡേറ്റും ടൈമും പറഞ്ഞ് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ആ 30 ദിവസം കഴിഞ്ഞും അയാൾ വന്നിട്ടില്ല എങ്കിലാണ് പിന്നീട് ഈ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി അവിടെ പറയുന്നത്. അടുത്തത് വാറണ്ട് ഇൻ ലീവ് ഓഫ് സമൺസ്. അതായത് ഒരു സമൺ കൊടുത്തിട്ട് അയാൾ വന്നില്ല എന്നതിന്റെ പേരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാറണ്ടാണ് warrant in lieu of summons. A person who is bound by any bond to appear before court does not appear and arrest warrant is issued. അതാണ് warrant in lieu of summons. അടുത്തത് രണ്ടെണ്ണം കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയാണ്, സെർച്ച് വാറണ്ട് എന്താണ്, പിന്നെ എപ്പോഴാണ് സെർച്ച് വാറണ്ട് ഇല്ലാതെ പോലീസിന് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. സെർച്ച് വാറണ്ട് എന്താണ്, ഒരു സ്ഥലം ചെന്ന് അവിടെ എന്തെങ്കിലും ഒരു തെളിവുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം കിട്ടുകയാണ്, രേഖകളായിട്ടോ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോലീസിന് കോടതിയുടെ സമ്മതം ആവശ്യമാണ്. കോടതി നിർദ്ദേശം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ കോടതി കൊടുക്കുന്ന പെർമിഷൻ ഗ്രാൻഡഡ് ആണ് സെർച്ച് വാറണ്ട് എന്ന് പറയുന്നത്. ഇത് ചെറിയ പെറ്റി കേസിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കോടതിയുടെ വാറണ്ട് മസ്റ്റ് ആണ്. എന്നാൽ ചില സർക്കംസ്റ്റൻസിൽ
വലിയ കുറ്റങ്ങളൊക്കെ ഉള്ള തെളിവുകൾ കോടതിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് മാറ്റപ്പെടുമെന്ന് സംശയമുള്ളതും എന്നാൽ അവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള കേസസിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് സ്വന്തം റിസ്കിൽ അറസ്റ്റ് സെർച്ച് വാറണ്ട് ഇല്ലാതെ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ആ വസ്തുവകകൾക്കൊന്നും ഒരു നാശവും ഉണ്ടാക്കാൻ പാടില്ല, അവിടുത്തെ ഉള്ള ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അവിടെ ഉള്ള ഒരാൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ആ പോലീസ് ഓഫീസർ ആയിരിക്കും ബാധ്യസ്ഥൻ, അയാൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒന്നും കണ്ടു കിട്ടിയില്ലെങ്കിലും അത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? വിതൗട്ട് വാറണ്ട് സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സെർച്ച് ബൈ പോലീസ് വിത്തൗട്ട് വാറണ്ട്. ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഫോർ തിങ്സ് ഓർ ഡോക്യുമെന്റ്സ് ഓർ പേഴ്സൺ ഡീറ്റെയിൽഡ്. ജനറലായിട്ട് സെർച്ച് ചെയ്യരുത്, ഒരു പ്രത്യേക സാധനത്തിന് വേണ്ടി മാത്രമായിരിക്കണം വിത്തൗട്ട് വാറണ്ട് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ കോർട്ട് ഏതൊക്കെ രീതിയിലാണ്? സമൺസ് വഴി, വാറണ്ട് ടു അറസ്റ്റ് വഴി, പ്രൊക്ലമേഷൻ വഴി. പ്രൊക്ലമേഷൻ ചെയ്തിട്ടും വന്നില്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടീസ്, പിന്നെ സമൺസ് കൊടുത്തിട്ടും വന്നില്ലെങ്കിൽ വാറണ്ട് ഇൻ ലീവ് ഓഫ് സമൺസ്, പിന്നെ സെർച്ച് വാറണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നാൽ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ക്ലിയർ നോട്ട്സ് ആണേ. പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ കോർട്ട് എന്താണ്? ടു കമ്പൽ ദ അറ്റൻഡൻസ് ഓഫ് ദ പേഴ്സൺ ഇൻക്ലൂഡിംഗ് ദ അക്യൂസ്ഡ് ആൻഡ് വിറ്റ്നസസ് ബൈ ഇഷ്യൂയിങ് ഓഫ് സമൺസ്, അറസ്റ്റ് വാറണ്ട് ഓർ ഇൻ കേസ് ഓഫ് അബ്സ്കോണ്ടിങ് ബൈ പ്രൊക്ലമേഷൻ ഓഫ് ദ ഓഫൻ ആൻഡ് ദ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി സമൺസ് എന്താണ്? അത് പോലീസ് കൊണ്ട് കൊടുക്കുന്നു, ആ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അടുത്തത് വാറണ്ട് ഓഫ് അറസ്റ്റ് ആണ്, എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അതൊക്കെയാണ്. അടുത്തത് പ്രൊക്ലമേഷൻ ഓഫ് ഒഫൻസ് ആൻഡ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ വാറണ്ട് ഇൻ ലീവ് ഓഫ് സമൺസ്. ഓക്കെ, ഇതിൽ ആഫ്റ്റർ 30 days ഓഫ് പ്രൊക്ലമേഷൻ എന്നാണ് കേട്ടോ, അത് ക്ലിയർ അല്ലെങ്കിൽ. അടുത്തത് സെർച്ച് വാറണ്ടും പിന്നെ സെർച്ച് ബൈ പോലീസ് വിത്തൗട്ട് വാറണ്ടും ആണേ. ഓക്കെ, താങ്ക് യു.